ഹായ് ഫ്രണ്ട്സ്, ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കി നവോത്ഥാന നായകനായ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനനം 1805 ഫെബ്രുവരി 10 അദ്ദേഹം ജനിച്ചത്. ജനനം 1805 ഫെബ്രുവരി 10 അദ്ദേഹം ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കൈനകരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. മരണം 1871. 1871 അദ്ദേഹം അന്തരിച്ചത്. പിതാവ് ഐക്കോ കുര്യാക്കോസ്, മാതാവിൻ്റെ പേര് മറിയം എന്നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ, ദൈവദാസൻ, പോൾ സ്റ്റാർ, ചാവറയച്ചൻ എന്നിങ്ങനെയൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നു. കേരള സാക്ഷരതയുടെ പിതാവ് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ, ഈ രണ്ടും കാര്യങ്ങൾ PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക. ഇനി 1829 അദ്ദേഹം വൈദികനായത്. 1829 അദ്ദേഹം വൈദികനായത്. കേരളത്തിലെ ആദ്യത്തെ വികാരി ജനറലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇനി നവോത്ഥാന പ്രവർത്തനങ്ങൾ: പിടിയേരി സമ്പ്രദായം, നൂറ്റിക്കഞ്ച് പദ്ധതി, കെട്ടുതെങ്ങ് പദ്ധതി, വാഴത്തട വിപ്ലവം. പിടിയേരി സമ്പ്രദായത്തെക്കുറിച്ച് PSCയുടെ മുൻവർഷ ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പിടിയേരി സമ്പ്രദായം എന്താണ്? പിടിയേരി സമ്പ്രദായം അന്ന് വീടുകളിൽ ഓരോ നേരവും ഭക്ഷണത്തിനുള്ള അരി അളന്ന് പാത്രത്തിലിടുമ്പോൾ ഒരു പിടി അരി മാറ്റി മറ്റൊരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പ്രേരിപ്പിച്ചു. ആഴ്ചയുടെ അവസാനം ഈ അരി പള്ളിയിലെത്തിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകി. ഇങ്ങനെ നൽകാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതാണ് പിടിയേരി സമ്പ്രദായം. ഇനി നൂറ്റിക്കഞ്ച് പദ്ധതി. എന്താണ് നൂറ്റിക്കഞ്ച് പദ്ധതി? അപ്പോൾ ഓരോരുത്തരുടെയും വരുമാനത്തിൽ നിന്ന് 5% പള്ളിക്ക് നൽകുന്നു. ആ വരുമാനം കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി നൽകുന്നു, അല്ലെങ്കിൽ പള്ളിയുടെ പുരോഗമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് നൂറ്റിക്കഞ്ച് പദ്ധതി. കെട്ടുതെങ്ങ് പദ്ധതി. എന്താണ് കെട്ടുതെങ്ങ് പദ്ധതി? ഒരു തേങ്ങയോ അല്ലെങ്കിൽ തേങ്ങ നൽകാൻ കഴിയാത്തവർക്ക് അതിൻ്റെ വിലയോ പള്ളിയിൽ നൽകണമായിരുന്നു. ഇതാണ് കെട്ടുതെങ്ങ് പദ്ധതി. വാഴത്തട വിപ്ലവം എന്നാൽ അച്ചടിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം PSCയുടെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പം വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാവറ, കുര്യാക്കോസ് ഏലിയാസ്. ഇനി വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കാൻ നേതൃത്വം നൽകി. വിദേശീയരുടെ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? ചാവറ, കുര്യാക്കോസ് ഏലിയാസ്. ഇനി സെൻറ്റ് ജോസഫ് പ്രസ്. കോട്ടയം മാന്നാനം എന്ന സ്ഥലത്താണ് സെൻറ്റ് ജോസഫ് പ്രസ് അദ്ദേഹം സ്ഥാപിച്ചത്. കത്തോലിക്ക സഭയുടെ ആദ്യത്തെയും കേരളത്തിലെ മൂന്നാമത്തെയും അച്ചടിശാലയാണ് സെൻറ്റ് ജോസഫ് പ്രസ്. കത്തോലിക്ക സഭയുടെ ആദ്യത്തെയും കേരളത്തിലെ മൂന്നാമത്തെയും അച്ചടിശാലയാണ് സെൻറ്റ് ജോസഫ് പ്രസ്. അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം. അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? ജ്ഞാനപീയൂഷം. ഇനി നസ്രാണി ദീപിക. ആദ്യമായി അച്ചടിച്ച ന്യൂസ് പേപ്പറാണ് നസ്രാണി ദീപിക. 1887 ഇത് അച്ചടിച്ചത്. നിധീരിക്കൽ മാണിക് കത്തനാരാണ് ഇതിൻ്റെ പത്രാധിപൻ. ഇനി പള്ളിക്കൂടം. അദ്ദേഹം കൊണ്ടുവന്ന പുതിയൊരു ആശയമാണ് പള്ളിക്കൂടം. ഓരോ പള്ളിയോടൊപ്പം ഓരോ വിദ്യാലയം എന്ന ആശയം നടപ്പിലാക്കിയ നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇനി കന്യാവിദ്യാലയങ്ങൾ. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ച വിദ്യാലയങ്ങളാണ് കന്യാവിദ്യാലയങ്ങൾ. ഇനി സ്ഥാപിച്ചവ: കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ 1846 കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത്. എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലും കോട്ടയം ജില്ലയിലെ മാന്നാനത്തുമാണ് ഇത് സ്ഥാപിച്ചത്. ഇനി അമലോത്ഭവ ദാസസംഘം. 1960 അമലോത്ഭവ ദാസസംഘം സ്ഥാപിച്ചത്. ഇനി CMI. 1831 സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയാണ് CMI. സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇനി CMIയുടെ സ്ഥാപിച്ച
കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ സഹായിച്ച 2 സഹകാരികളാണ് പാലയ്ക്കൽ തോമാ മാൽപ്പനും പോരുകര തോമസ് അച്ഛനും. സഹകാരികൾ ആരൊക്കെയാണ്? പാലയ്ക്കൽ തോമാ മാൽപ്പനും പോരുകര തോമസ് അച്ഛനും. ഇനി CMC കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് ദി കാർമൽ 1866 CMC സ്ഥാപിച്ചത്. CMCയുടെ സ്ഥാപകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇദ്ദേഹം 1871 ജനുവരി 3 അദ്ദേഹം അന്തരിച്ചു. 1871 ജനുവരി 3 കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ചു. അദ്ദേഹം കൂനമ്മാവിലാണ് അന്തരിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചത് കോട്ടയം മാന്നാനം എന്ന സ്ഥലത്താണ്. കോട്ടയം മാന്നാനം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1986 ഫെബ്രുവരി 8 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ചാവറയച്ചനോടൊപ്പം തന്നെ വിശുദ്ധ പദവിയിലേക്ക് വന്നത് ഏവുപ്രാസി അമ്മയാണ്. ചാവറയച്ചനോടൊപ്പം തന്നെ വിശുദ്ധനായി ആ പദവിയിലേക്ക് വന്നതാണ് ഏവുപ്രാസി അമ്മ. ഇനി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1987 ഡിസംബർ 20 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. ഏത് വർഷമാണ്? 1987 ഡിസംബർ 20. അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ ആത്മാനുതാപം, നളാഗമങ്ങൾ, അനസ്ത്യാസിയുടെ രക്തസാക്ഷ്യം, ധ്യാനസല്ലാപങ്ങൾ, മരണപർവം, ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ, കനോന നമസ്കാരം, 40 മണിയുടെ ക്രമം, മരണവീട്ടിൽ പാടുവാനുള്ള പാന. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇനി ചാവറയച്ചനെക്കുറിച്ച് എഴുതിയ ചില പുസ്തകങ്ങളാണ് ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം, MK സാനു. ചാവറയച്ചൻ ഒരു രേഖാചിത്രം, KC ചാക്കോ. KC ചാക്കോ എഴുതിയ പുസ്തകമാണ് ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം. ഇനി എ പേൾ ട്രൂലി ഇന്ത്യൻ, ഫാദർ തോമസ് പന്തപ്ലാക്കൽ. ഇനി അടുത്തത് ഈ കടലാസ് മരിക്കയില്ല, സഞ്ജയ് KV. അദ്ദേഹം എഴുതിയ പുസ്തകമാണ്, സഞ്ജയ് KV എഴുതിയ പുസ്തകമാണ് ഈ കടലാസ് മരിക്കയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.